പേര് മാറ്റിയിട്ട് എന്താ കാര്യം? മരുന്ന് നേരത്തിന് കിട്ടാതെ ഇപ്പോൾ പേര് മാറ്റിയത് കൊണ്ടോ അവിടെ പെയിൻ്റ് അടിക്കാൻ കൊണ്ടോ കാര്യമില്ല. പേര് മാറ്റമല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് നല്ല അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് കിട്ടണം. പേര് മാറ്റണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബോർഡ് വെക്ക് ചെയ്താൽ മാത്രമേ ധനം തരുള്ളൂ, അല്ലെങ്കിൽ ഫണ്ട് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും സംസ്ഥാനങ്ങളെ ഞെരുക്കാനുള്ള ഒരു പരിപാടി. പേര് മാറ്റണം ഒന്നുമല്ലല്ലോ, കുറച്ച് ഫെസിലിറ്റീസ് കൂട്ടിയാൽ നല്ലതായിരിക്കും. കേന്ദ്രം കടുപ്പിച്ചു, കേരളം വഴങ്ങി. ഗവൺമെന്റ് ആശുപത്രികളുടെ പേരിനൊപ്പം ഇനി ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നുകൂടി ചേർക്കും. എന്തു വന്നാലും പേര് മാറ്റില്ല എന്നായിരുന്നു നവകേരള സദസ്സിനിടയിൽ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര ഫണ്ട് ലഭിക്കില്ല എന്നറിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി. എന്താണ് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? ജനങ്ങളിലേക്ക്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പേരിട്ടല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റല്, വേറെ പേരിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ അത് ഒരു അവർ BJPയുടെ പുതിയ നയങ്ങളുകൊണ്ട് തന്നെയാണ് അവരെ ചെയ്യാനായിട്ട്, അതിൻ്റെ കാര്യമൊന്നുമില്ല അത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരെ BJPയുടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കുള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. പേര് മാറ്റിയിട്ട് എന്താ കാര്യം? മരുന്ന് നേരത്തിന് കിട്ടാതെ ഇപ്പോൾ പേര് മാറ്റിയത് കൊണ്ടോ അവിടെ പെയിൻ്റ് അടിക്കാൻ കൊണ്ടോ കാര്യമില്ല. രോഗികൾക്ക് വേണ്ട മരുന്നാണ്, അതല്ലാതെ ഇപ്പോൾ പേര് മാറ്റുന്നതിൻ്റെ കാര്യത്തിൽ എന്ത് പറയാനാണ്? നമ്മുടെ ആരോഗ്യകേന്ദ്രം നമ്മുടേതായിട്ടുള്ള ആരോഗ്യകേന്ദ്രമായിട്ടാണ് നിലനിൽക്കേണ്ടതാണ്. കാരണം അവരുടെ രാഷ്ട്രീയം പറയാനുള്ള, അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് അവർ ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെയുള്ള കൃത്യമായ സർക്കാരിൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് വെച്ചിട്ട് തന്നെയാണ് ആ പരസ്യ ബോർഡ് സ്ഥാപിച്ചിലൂടെ അവരെ രാഷ്ട്രീയം കടത്തിക്കൊണ്ടിരുന്നത് ശരിയാകില്ല. ഇപ്പോൾ നമ്മുടെ പുതിയ ഓരോ ഡെവലപ്മെൻറ്റ് വന്നതോടെ, അതുമല്ല ഇപ്പോഴത്തെ ഈ ഒരു പേര് മാറ്റണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കേരളത്തിലുള്ള ആശുപത്രികളുടെ പേര് വരുന്നത് ശരിയല്ല. ശരിയല്ല ശരിയല്ല. കാരണം നിലവിലുള്ള പേരിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന പേര്. അങ്ങനത്തെ ആവശ്യമില്ല, പക്ഷെ നല്ല ആവശ്യമാണ്, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പേര് മാറ്റിയിട്ടുണ്ടൊന്നും മാറ്റുന്നില്ല, ട്രീറ്റ്മെൻറ്റ് മാറുന്നില്ലല്ലോ. ട്രീറ്റ്മെൻറ്റ് മാറണം, ഡോക്ടേഴ്സ് നല്ലതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒരു പേര് മാറ്റുന്നതുകൊണ്ട് എന്താണ് ഉണ്ടാവുക? പേര് മാറ്റമല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് നല്ല അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് കിട്ടണം, ചികിത്സാ സഹായം, അത്രേ ഉള്ളൂ. അല്ല പേര് മാറ്റുന്നതിൽ യോജിപ്പില്ല. അങ്ങനെയൊന്നും ഇപ്പോൾ പറഞ്ഞത് തന്നെ പേര് മാറ്റണം ഒന്നുമല്ലല്ലോ, കുറച്ച് ഫെസിലിറ്റീസ് കൂട്ടിയാൽ നല്ലതായിരിക്കും. അത്ര എന്നുവെച്ചാൽ നമ്മളുണ്ടാക്കിയ എടുത്ത നേട്ടം നമ്മളുടെ മാത്രമാണ്. അതിന് മറ്റൊരാളുടെ അവകാശം പറഞ്ഞു പറഞ്ഞാൽ അത് ചുളുവിലടിച്ച് മാറ്റാൻ ശരിയാവില്ലല്ലോ. അത് നമുക്ക് മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതന്നെ എനിക്ക് പറയാനുള്ളൂ. നിലവിൽ അങ്ങനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള പേരിന് ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ നല്ല രീതിയിലല്ലേ നമ്മളിവിടെ പോകുന്നത്. ഓരോ ഗവൺമെൻറ് വരുമ്പോൾ അങ്ങനെ ഒരു ഇതാക്കണതിനല്ല, അത് വലിയ കാര്യമൊന്നുമല്ല. അത് അതിൻ്റെ ആവശ്യമില്ല, നല്ല ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ആ കേന്ദ്ര സർക്കാരിൻ്റെ ബോർഡ് വയ്ക്കുകയോ പ്രധാനമന്ത്രി ബോർഡ് വയ്ക്കുകയോ ചെയ്താൽ മാത്രമേ ധനം തരുള്ളൂ, അല്ലെങ്കിൽ ഫണ്ട് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും സംസ്ഥാനങ്ങളെ ഞെരുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതെല്ലാ തരത്തിലും അവർ കാണിക്കും. റേഷൻ കടകളിൽ അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇതും ആ തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.